പലപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട്, എങ്ങനെയെങ്കിലും ഗീതയുടെ ഉപദേശങ്ങൾ നാടകങ്ങളിലൂടെയെങ്കിലും നിങ്ങളെ കാണിക്കാമോ എന്ന്. ഞാൻ അതെല്ലാം അഭിനയിച്ച് കാണിക്കാമായിരുന്നു. ചിരിച്ചോളൂ, ചിരിച്ചോളൂ, എല്ലാവരും ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. പിന്നെ ആ ചിരി ഒരു ക്രിസന്റോ പോലെ ഉച്ചത്തിലെത്തുന്നു. പിന്നെയാണ് ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നത്, ഇതൊരു ചിരിയല്ല, മറ്റൊന്നാണ്, ഇത് വേറൊന്നാണ്, ഇത് വേറൊന്നാണ്. എന്തെങ്കിലും ഒരു ഭീകരമായത് സംഭവിക്കുകയാണ്. അതാണ് നമ്മുടെ ജീവിതം തന്നെ. നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു ഭയങ്കര ദൃശ്യമാണ്. ചിരി എന്നത് നമ്മുടെ ആനന്ദത്തിന്റെ പ്രതീകമല്ല, അത് നമ്മുടെ രോഗത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിരി വളരെ മലിനവും ക്രൂരവുമാണ്. നമ്മൾ ചിരിക്കുകയാണ് കാരണം ഉള്ളിൽ നിന്ന് ഞങ്ങൾ അത്യന്തം ദുഃഖിതരാണ്. ദുഃഖിതരായി മാത്രമല്ല, ദുഃഖത്തിലായിരിക്കണമെന്ന തീരുമാനവും എടുത്തു കഴിഞ്ഞവരാണ് ഞങ്ങൾ. ആർക്കും ഇന്നും ദുഃഖത്തോടെ മുഖം തളർത്തി നടക്കാനാകില്ല. അത്തരക്കാരൻ ഒരു വിധത്തിലുള്ള അസ്വസ്ഥതയിലാണ് എന്ന് പറയാം. പക്ഷേ അതിലും കൂടുതൽ അപകടകരനായ ആളാണ് നിങ്ങൾ എല്ലായ്പ്പോഴും വെറുതെയായി ചിരിക്കുന്നതായി കാണുന്നവൻ. അത്തരക്കാരോട് വളരെ ജാഗ്രതയോടെ ഇരിക്കുക. ജനകീയ സംസ്കാരം ഇങ്ങനെ പറയുന്നതാണ്, ഇവനെ നോക്കൂ, എപ്പോഴും ചിരിക്കുകയാണ്. ഇല്ല, ഈ മനുഷ്യൻ അപകടകാരിയാണ്. ഇതൊരു സാധാരണമായ ഹാസ്യമല്ല, ഇതൊരു ക്രൂരതയാണ്.